കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 6-ാമത്തെ സ്കന്ധത്തിൽ അജാമിള മോക്ഷമാണ് പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷി, ആരെങ്കിലും പാപം ചെയ്താൽ അവർ നരകത്തിൽ പോകും എന്നാണല്ലോ നമ്മുടെയൊക്കെ വിശ്വാസം. ഇനി അഥവാ പാപം ചെയ്താൽ പോലും നരകത്തിൽ പോകാതിരിക്കുവാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അങ്ങത് പറഞ്ഞു തരണം എന്ന് പരീക്ഷിത്ത് ചോദിച്ചപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്, ഉണ്ട്, അതിനൊരു വഴിയുണ്ട്. പ്രായശ്ചിത്തമാണ് അതിനുള്ള ഏറ്റവും ഉത്തമമായ വഴി. എന്നാൽ അതിലും ഉത്തമമായ മറ്റൊരു വഴിയുണ്ട്. അത് ഭഗവാനോടുള്ള ഭക്തിയാണ്. ഒരാൾ തപസ് ചെയ്തു എന്നതുകൊണ്ട് അയാൾക്ക് ഭക്തിയൊന്നും ഉണ്ടാകണമെന്നില്ല. ഭക്തന്മാരോടുള്ള സംസർഗം അത് ഒരുവനെ ഭക്തിയിലേക്ക് നയിക്കും. പാപം വേരോടെ നശിപ്പിച്ച് ക്ഷേമമുണ്ടാക്കുവാൻ ഭക്തി പോലെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഭക്തി തന്നെയാണ് ഏറ്റവും ഉത്തമം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം അജാമിളൻ്റെ ചരിത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഈ അജാമിള ചരിത്രം ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് കന്യാകുബ്ജം എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് അജാമിളൻ എന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠനായ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. യുവാവായിരുന്നു അജാമിളൻ. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ചമതയും പൂജാ പുഷ്പങ്ങളുമൊക്കെ ശേഖരിച്ചു കൊണ്ട് വരുന്ന വഴിയിൽ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. അതായത് മദ്യലഹരിയിൽപ്പെട്ട ഒരു ശൂദ്രൻ, അയാൾ ഒരു വേശ്യാ സ്ത്രീയുമായി പരസ്യമായി രതിക്രീഡ നടത്തുന്നു. അത് കണ്ടപ്പോൾ ഈ ബ്രാഹ്മണ യുവാവിൻ്റെ മനസ്സ് ഇളകുന്നു. അയാൾ ആ സ്ത്രീയിൽ ആസക്തനാവുകയും യുവതിയും സുന്ദരിയും പതിവ്രതയുമായിരുന്ന തൻ്റെ ധർമ്മപത്നിയെ ഉപേക്ഷിച്ചിട്ട് അയാൾ ആ സ്ത്രീയുടെ കൂടെ താമസമാക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്ത്രീയുടെ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിനായിട്ട് അദ്ദേഹം തൻ്റെ സ്വത്തെല്ലാം വിറ്റു നശിപ്പിക്കുകയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഒന്നും നോക്കാതിരിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും ഈ സ്ത്രീയുടെ കൂടെയായി താമസം. ബ്രാഹ്മണനാണ്, പൂജയും മറ്റ് അനുഷ്ഠാനങ്ങളുമൊക്കെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അദ്ദേഹം മറക്കുന്നു. പൂർണ്ണമായും നീച പ്രവർത്തികൾ ചെയ്ത് ഇവരുടെ കൂടെ താമസിക്കുകയാണ്. അതായത് മറ്റു ജോലിയൊന്നും ചെയ്യുന്നില്ല, ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് പിടിച്ചുപറി, കൊള്ള, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. ആ സ്ത്രീയിൽ ഇയാൾക്ക് 10 കുട്ടികളാണ് ഉണ്ടായത്. വയസ്സുകാലത്ത് ഇയാൾക്കൊരു പുത്രനുണ്ടാകുന്നു. ആ കുഞ്ഞിന് നാരായണൻ എന്ന് പേരിട്ടു. വയസ്സുകാലത്തുണ്ടായ കുഞ്ഞാണ്, ഏറ്റവും ഇളയ കുഞ്ഞാണ്. സ്വാഭാവികമായും ആ കുഞ്ഞിനോട് വളരെയധികം സ്നേഹവും വാത്സല്യവും ഈ അജാമിളന് ഉണ്ട്. അജാമിളന് വയസ്സ് 88ആയി, കിടപ്പിലായി, മരണകാലമായി. അയാളെ കൊണ്ടുപോകുന്നതിനായി യമദൂതന്മാർ എത്തിച്ചേർന്നു. അവർ അയാളെ കയറുകൊണ്ട് കെട്ടി വലിച്ചു. അജാമിളൻ ഭയപ്പെട്ടു. തൻ്റെ ഇളയ പുത്രനായ നാരായണനെ അയാൾ വിളിക്കുകയാണ്. നാരായണ, നാരായണ എന്ന് വിളിച്ചു. ഈ നാരായണ, നാരായണ എന്ന് ഇദ്ദേഹം വിളിക്കുന്നു. അജാമിളൻ തൻ്റെ ഇളയ കുഞ്ഞിനെയാണ് വിളിക്കുന്നത്. പക്ഷേ ഈ വിളി എവിടെ കേട്ടു? വൈകുണ്ഠത്തിൽ കേട്ടു. മഹാവിഷ്ണുവിൻ്റെ പ്രത്യേക കൽപ്പനയുണ്ട്. ആര്
എവിടെ നിന്ന് നാരായണ എന്ന്, അല്ലെങ്കിൽ എൻ്റെ നാമം ആര് വിളിക്കുന്നുവോ അവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകണമെന്ന് മഹാവിഷ്ണുവിൻ്റെ ഉത്തരവുള്ളതുകൊണ്ട് ആ സ്ഥലത്തേക്ക് ആരെത്തിച്ചേരുന്നു? വിഷ്ണു പാർഷദന്മാർ എത്തിച്ചേരുന്നു. അതായത് മഹാവിഷ്ണുവിൻ്റെ ദൂതന്മാർ. അവർ യമരാജാവിൻ്റെ ദൂതന്മാരെ വിലക്കുന്നു. പറഞ്ഞു, കൊണ്ടുപോകാൻ പറ്റില്ല, ഇദ്ദേഹത്തെ ഞങ്ങൾ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നു. ഉടൻ തന്നെ ഈ യമരാജാവിൻ്റെ ദൂതന്മാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ പാപിയെ നരകത്തിലേക്ക് കൊണ്ടുപോകണം, അതിനാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളെ തടയരുത് എന്ന് പറയുന്നു. എന്നിട്ട് ഈ അജാമളൻ്റെ ചരിത്രം വിഷ്ണു പാർഷദന്മാരോട് ഈ യമദൂതൻ്റെ കിങ്കരന്മാർ പറയുന്നു. അപ്പോൾ വിഷ്ണു പാർഷദന്മാർ പറയുകയാണ്, ശരി തന്നെ, എന്നാൽ ഇയാൾ ചെയ്ത പാപങ്ങൾ ഈ ജന്മത്തിലെയും മുൻ ജന്മങ്ങളുടെയും എല്ലാ പാപങ്ങളും ഇപ്പോൾ നശിച്ചിരിക്കുന്നു. അതിന് കാരണം ഇയാൾ നാരായണ നാരായണ എന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ വിഷ്ണു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യമധർമ്മൻ്റെ ദൂതന്മാർ പറയുകയാണ്, പക്ഷേ ഇയാൾ വിളിച്ചത് ഭഗവാനെയല്ല, നാരായണ എന്ന് വിളിച്ചത് ഇയാളുടെ മകനെയാണ് എന്ന് അവർ പറയുന്നു. ഉടൻ തന്നെ മഹാവിഷ്ണുവിൻ്റെ ദൂതന്മാർ പറയുകയാണ്, ഒരു കുട്ടി ഒരു വിറകെടുത്ത് അത് കത്തും എന്നറിയാതെ തീയിലിട്ടാൽ, അറിയാതെയാണ് ഇട്ടതെങ്കിലും ആ വിറക് കത്താതിരിക്കുമോ? അതുപോലെ ഭഗവാന്റെ നാമം ആണ് എന്ന് അറിയാതെയാണ് വിളിച്ചതെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചതിൻ്റെ ഫലം ഉണ്ടാകാതിരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇയാളെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും തമ്മിൽ നടന്ന ഈ സംഭാഷണങ്ങളെല്ലാം ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അജാമളൻ കേൾക്കുന്നു. അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടായി. അദ്ദേഹം ശ്രീനാരായണൻ്റെ തൃപ്പാദങ്ങളിൽ തൻ്റെ മനസ്സ് സമർപ്പിച്ചു. യമദൂതന്മാരെ അയച്ചത് യമരാജാവാണ്. അതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്നറിയാതെ വിഷമിച്ചു നിന്ന അവരുടെ മുമ്പിലേക്ക് യമരാജാവ് പ്രത്യക്ഷപ്പെടുകയും യമദൂതന്മാരെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അതോടുകൂടി മഹാവിഷ്ണുവിൻ്റെ ദൂതന്മാരും വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് അജാമളൻ അങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുന്നു. അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ടാകുന്നു. നാരായണൻ്റെ തൃപ്പാദങ്ങളിൽ അദ്ദേഹം തൻ്റെ മനസ്സും ശരീരവും സമർപ്പിക്കുന്നു. അതിനുശേഷം ഭാര്യയെയും മക്കളെയും എല്ലാം വിട്ട് ഒറ്റത്തടിയായി ഹരിദ്വാറിൽ പോയി തൻ്റെ ശിഷ്ടജീവിതം പരമഭക്തനായി ജീവിക്കുകയും അവസാനം ദേഹം ഉപേക്ഷിക്കേണ്ടുന്ന സമയമായപ്പോൾ ശരീരം ഗംഗയിൽ വെടിഞ്ഞ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ആ സമയത്ത് തങ്കത്തേരുമായി മഹാവിഷ്ണുവിൻ്റെ ദൂതന്മാർ അവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, അല്പസമയം മഹാവിഷ്ണുവിൻ്റെ ദൂതന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സംസർഗം അജാമളനെ എങ്ങനെ മാറ്റിയെന്ന് അങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കർത്തവ്യം നിറവേറ്റാനാകാതെ ചെന്ന യമദൂതന്മാരോട് യമധർമ്മൻ പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, മഹാവിഷ്ണുവിൻ്റെ ദൂതന്മാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഭഗവാന്റെ നാമം കേട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞ് പൊയ്ക്കൊള്ളുക. ആ ഭക്തന്മാരെ തൊടാൻ നമുക്ക് അധികാരമില്ല എന്ന് വിഷമിച്ചു നിന്ന തൻ്റെ ദൂതന്മാരോട് യമധർമ്മൻ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? ഹരേ കൃഷ്ണ. അതായത്
യഥാർത്ഥത്തിലുള്ള ഭക്തന്മാരുമായി നമ്മൾ സഹവസിക്കുക. ആ സഹവാസം നമ്മളെ ഭക്തരാക്കി മാറ്റും. അതുകൊണ്ട് ഭക്തന്മാരുമായി കൂട്ടുകൂടുക, അത് നമ്മളെ ഭക്തിയിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആരോടാണോ കൂട്ടുകൂടുന്നത് അവരുടെ രീതികൾ നമ്മളെ സ്വാധീനിക്കും, നമ്മളിലൊരു സ്വാധീനമുണ്ടാക്കും. അതുകൊണ്ട് നിരന്തരം ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, ഭഗവാനോടുള്ള സ്നേഹം അത് അനുദിനം വർദ്ധിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ ശരിയായ ജ്ഞാനം നമുക്കുണ്ടാവുകയും നമ്മുടെ എല്ലാ പരീക്ഷണ ഘട്ടത്തിലും ഭഗവാൻ നമുക്കൊരു കൈത്താങ്ങായി വരികയും ചെയ്യും എന്നുള്ള കാര്യം ഉറച്ച് വിശ്വസിക്കുക. ഭഗവാനെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഭഗവാൻ കണ്ടെത്തിത്തരും എന്ന് ഉറച്ച് വിശ്വസിക്കുക. കർമ്മഫലം അത് നമുക്ക് അനുഭവിച്ചേ മതിയാകൂ. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ആ ഒരു ശക്തി, അത് മാത്രമാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കേണ്ടത്. ഭഗവാനോടുള്ള സ്നേഹം ഒരിക്കലും നമ്മുടെ മനസ്സിൽ കുറഞ്ഞു പോകരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അജാമിള മോക്ഷം മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാമജപം ചെയ്യുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.